പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തുമ്പോഴും അതിന് ഷെയർ ഹോൾഡേഴ്സും ഉണ്ടാവും, ഡയറക്ടേഴ്സും ഉണ്ടാവും. അപ്പോൾ ഈയിടെ ഞാൻ ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ കണ്ടത് വലിയൊരു പൈസ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പിന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങി 10 കോടീൻ്റെ മേലുള്ളൊരു സംഖ്യയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു 10 കോടീൻ്റെ മേലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഡയറക്ടർ ആക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അയാൾ കരുതി അതൊരു പിന്നെ വലിയൊരു സ്ഥാനമാണ്. ഇയാൾ ബിസിനസ് മേഖലയിലുള്ള ഒരാളല്ല, അയാൾ ഒരു ഹൈ എൻഡ് പ്രൊഫഷണലാണ്. അയാൾ വലിയ പൈസ ഉള്ള ആളാണ്, പക്ഷേ അയാൾ ഒരു പ്രൊഫഷണലാണ്. പക്ഷേ അയാൾക്ക് ഇത്തരം അയാൾ ജോലി ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് തന്നെയാണിത്. ആ നിലക്ക് അയാൾക്ക് ആ ബിസിനസ്സും അറിയാം. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ആളുകൾ ഇയാളെ ഡയറക്ടറാക്കി വെക്കുകയും ഡയറക്ടർ ബോർഡിൽ അംഗമാക്കി വെക്കുകയും ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാനോ അതിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ പോലും ഇയാൾക്ക് സമയമൊന്നുമില്ല. പക്ഷേ എല്ലാത്തിനും ഇയാളെ കൊണ്ട് പല ഒപ്പുകളും കാര്യങ്ങളൊക്കെ ഇടിപ്പിച്ച് ഇവഞ്ച്വലി എന്തുണ്ടായിരുന്നു ഡയറക്ടറാണ്. അപ്പോൾ പല കടലാസ് പലതും വളരെ ലീഗൽ ലാംഗ്വേജിൽ എഴുതിയ കടലാസുകളായിരിക്കും. അത് മനസ്സിലാവുക ഒപ്പിട്ട് പോകും. എന്നിട്ട് അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് വലിയൊരു കട ഉണ്ടാകുന്ന അവസ്ഥ വരികയും ഇയാളുടെ എതിരെ കേസ് വരികയും ചെയ്യും. കാരണം ഒരു ഡയറക്ടർ എന്നുള്ള നിലക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസിലുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ലീഗൽ സ്ട്രക്ചർ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ വലിയ ഒരു ലയബിലിറ്റിയിൽ ചെന്നുപെടാനുള്ള സാധ്യത ഉണ്ട്.